ഹായ് ഹലോ നമസ്കാരം. ആഹ് ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല. നിങ്ങളൊരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കാണോ? ഓക്കെ, എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് സ്റ്റക്കാണോ? സ്റ്റക്ക് എനർജിയിലാണോ? എന്താണ് ആ ഒരു സ്റ്റക്ക് എനർജിയുടെ റീസൺ? ഓക്കെ, അതായത് ഇപ്പം നിങ്ങളൊരു ജോബിന് ട്രൈ ചെയ്യുന്നു, കണ്ടിന്യൂസ്ലി ട്രൈ ചെയ്യുന്നു, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ വരുന്നു, കിട്ടുന്നു, നമ്മൾ വിചാരിക്കും യെസ് എല്ലാം സെറ്റ്, നമുക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി, നമ്മൾ ജോബിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അവിടുന്ന് അൾട്ടിമേറ്റ്ലി വിളിയൊന്നും വരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ലോണിന് അപേക്ഷിക്കുന്നു. ലോണിന് അപേക്ഷിച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു എന്താണ് പർട്ടിക്കുലർ സിറ്റുവേഷൻ അറിയില്ല, പക്ഷേ എന്തോ ഒരു റീസൺ ലൈക്ക് നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ അതിലൊരു സ്റ്റക്ക് എനർജിയിലേക്ക് എത്തുന്നു. എന്താ റീസൺ എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ റീസൺ. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, അതെപ്പോഴത്തേനും മാറും. ഓക്കെ, അതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്. എന്തുകൊണ്ടാണ് ആ പർട്ടിക്കുലർ സ്റ്റക്ക് സിറ്റുവേഷൻ? ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്. Thank you very much. All right. എന്ത് സ്റ്റക്ക് സിറ്റുവേഷൻ ആണെങ്കിലും അതിപ്പം എനിക്ക് ഈ കാർഡിന്, അതായത് വീൽ ഓഫ് ഫോർച്യൂൺ ബോട്ടം ഓഫ് ദ ഡെക്കിൻ്റെ എനർജിയാണ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എന്ത് സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരുന്നു ഇത്, എനിക്ക് നിങ്ങളുടെ 2024 എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആ സ്റ്റക്ക് സിറ്റുവേഷൻസ് എന്തായിരുന്നാലും അത് എൻഡ് ചെയ്ത് ന്യൂ ബിഗിനിങ് 2025 അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്താണോ സ്റ്റക്ക് സിറ്റുവേഷൻ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ വീൽ ഓഫ് ഫോർച്യൂൺ ടേൺ ചെയ്യുന്നു. കംപ്ലീഷൻ 10. ഓൾ റൈറ്റ്, 10 ഓഫ് വാണ്ട്സിൻ്റെ കാർഡാണ്. ഓക്കെ, ക്യൂൻ ഓഫ് വാണ്ട്സ്, ക്യൂൻ ഓഫ് സോർട്സ്, കിങ് ഓഫ് പെന്റക്കിൾസ്, 6 ഓഫ് സോർട്സ്. അതല്ലേ നമ്മൾ മൂവ് ഫോർവേഡ് ആവുകയാണ് 2025. 2024 നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റക്ക് എനർജി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, 2025 അങ്ങനെയല്ല. 2024 കംപ്ലീഷൻ കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയും 10 ഓഫ് വാണ്ട്സ് ആണ്. ഓക്കെ, എന്തൊക്കെ സ്ട്രഗിൾസ് ആണോ നിങ്ങൾ ഗോ ത്രൂ ചെയ്ത് ആ സ്ട്രഗിൾ സിറ്റുവേഷൻ എൻഡ് ചെയ്ത് നമ്മുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ് വരുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ഓക്കെ, നമ്മൾ റീച്ച് ചെയ്തു, നമ്മുടെ ഹോം റീച്ച് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ എത്തേണ്ടത്, നമുക്ക് ചെയ്യേണ്ട കാര്യത്തിൽ എന്താണ് അതിനുള്ളൊരു തുടക്കമാവുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാരുടെ സിറ്റുവേഷനിൽ 100% ഫൈനാൻസ് ആണ്. ഓക്കെ, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും സ്റ്റക്കായി പോകുന്നു, ഒന്നിനൊരു സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല. ഓക്കെ, ചിലർ വിദേശത്ത് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, വിദേശത്ത് പോകണം, എല്ലാ രീതിയിലും നമ്മളെ കൊണ്ടാവുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാം ശരിയാക്കി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ലൈക്ക് വേറെ എല്ലാം ഓക്കെയാണ്, ഇനി അവിടെ കിട്ടിയാൽ മതി, എനിക്ക് അവിടെ പോയാൽ മതി, ചെന്ന് ചേർന്നാൽ മതി എന്നുള്ള രീതിയിൽ വെയിറ്റിങ്ങിലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻസ് ഓക്കെ, ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ, നമ്മൾ ചില കാര്യങ്ങൾ ചില ആൾക്കാരുടെ അടുത്ത് പറയരുതെന്ന് പറയും. അതായത് നമ്മുടെ ലൈഫിലെ എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നടക്കുന്നതിന് മുന്നേ ഷെയർ ചെയ്യുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യാൻ പോകുന്നു, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ സന്തോഷം കൊണ്ടാണ് നമ്മൾ മറ്റൊരിടത്ത് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത്രയും സന്തോഷത്തിലായിരിക്കണം എന്നില്ല മറ്റേ ആൾ കാണുന്നത്. മേ ബി പുള്ളിക്കാരത്തിൻ്റെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഇൻറ്റൻഷൻ അങ്ങനെ ആവണമെന്നില്ല. കാരണം എനിക്കിവിടെ ക്യൂൻ ഓഫ് സോർട്സും കിങ് ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണോ ഷെയർ ചെയ്യുന്നത് എപ്പോഴും നോക്കിയും കണ്ടും ഷെയർ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും വന്ന് ഇങ്ങനെ ഒരു കമ്പനിയിലാണ് എനിക്ക് ജോലി, ഇൻ്റർവ്യൂ ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അതിനൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പം നിങ്ങളുടെ പല കാര്യങ്ങളും ഓക്കെ, അതിപ്പം നിങ്ങളൊരു ഹോം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാണ്. കാരണം നമ്മൾ ഈ സൈഡിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഓക്കെയാണ്, ഹോം എനർജി ഇതിനകത്ത് ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം 10 ഓഫ് വാണ്ട്സ് നമ്മൾ കുറേ നാളുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വീട് വാങ്ങാനായിട്ട്. ഓക്കെ, അങ്ങനെ വീട് വാങ്ങാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ
വീട് വാങ്ങുന്നതിന് ഒന്നുകിൽ സ്ഥലം കിട്ടുന്നില്ല കറക്റ്റായിട്ട്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഈ പറഞ്ഞ പോലെ വീടുമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി നമുക്ക് ഒത്തു വരുന്നില്ല, അല്ലെങ്കിൽ ഫണ്ട് ഒത്തു വരുന്നില്ല, ഇങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാണെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ പല കാര്യം നമുക്ക് ആക്ഷൻ എടുക്കാൻ ആഗ്രഹമുണ്ട്, ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ആഗ്രഹമാണ്, ലൈക്ക് ഞാൻ ചെയ്യാൻ റെഡിയാണ്, നമ്മളെല്ലാം ഡ്രീമി എനർജിയിൽ ഡ്രീം പോലെ നമ്മളെല്ലാം സ്വപ്നം കാണുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇതൊക്കെ ആയിരിക്കും, പക്ഷേ ആക്ഷൻ എടുക്കുന്നില്ല. അങ്ങനത്തെ സ്റ്റക്ക് എനർജീസ് ഉള്ള കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട്. പക്ഷേ 2025 നിങ്ങൾ എന്തായാലും ആക്ഷൻ എടുക്കും. ഓക്കെ. പിന്നെ പലർക്കും ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റക്ക് എനർജി റീസണിന് ക്ലാരിറ്റി ഇല്ല, എന്താ ചെയ്യേണ്ട, അടുത്ത സ്റ്റെപ്പ് എന്ത് എടുക്കണം എന്നറിയില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവുന്നു, എന്താ ചെയ്യേണ്ട, അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം. ഓക്കെ. ഇപ്പം ഒരു പർട്ടിക്കുലർ കോഴ്സ് പഠിക്കുന്ന കാര്യത്തിൽ അടുത്ത് ഇനി എന്താ ചെയ്യേണ്ടത്. ഓക്കെ. അതിപ്പോൾ ഈ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്തൊക്കെ സ്റ്റക്നെസ് ഉണ്ടോ അത് കംപ്ലീറ്റ് ആണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വേറെന്ന് വെച്ചാൽ 10 നമ്പറുണ്ട്. ഓക്കെ. ഇവിടെ 10 ഓഫ് വാൻസിൽ 10 ഉണ്ട്, അതുപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡിലും 10 ഉണ്ട്. അപ്പം 10 ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കുമ്പോൾ ക്ലോക്കിൽ ഡെഫിനറ്റ്ലി ഈ കാർഡിനെ എടുക്കണം വിചാരിച്ചല്ല, പക്ഷേ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ഫൈനാൻസസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ 100% നിങ്ങളുടെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ഇഷ്യൂസ് സോൾവ് ആകും 2025. ദാറ്റ്സ് ഫോർ ഷുവർ. പിന്നെ 10 കാണുകയാണെങ്കിൽ, അതാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു വന്ന കാര്യം, നമ്മൾ ചിലപ്പോൾ നമ്പർ പ്ലേറ്റിലായിരിക്കും, ഏതെങ്കിലും കാറിൻ്റെ നമ്പർ പ്ലേറ്റിൽ കാണാം, ഇല്ലെങ്കിൽ സമയം നോക്കുമ്പോൾ 10. ഓക്കെ. അങ്ങനെയാണ് സിറ്റുവേഷൻ എങ്കിൽ ഒരു കാര്യം ചെയ്യുക, ആ സമയത്ത് നിങ്ങൾക്ക് മണി റിലേറ്റഡ് ആയിട്ട് എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം അതങ്ങ് മാനിഫെസ്റ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എബിലിറ്റീസ് ഉണ്ടാവുന്നു എന്നുള്ളതിനെ കാണിക്കുന്ന കാർഡ്സാണിത്. ഓക്കെ. ഓൾറൈറ്റ്, നമുക്കിനി ഫർദർ എന്താണെന്ന് അറിയേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഫർദർ മെസ്സേജസ് നോക്കാം. സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സ്പിരിറ്റ്. Thank you very much. Okay. Adjacent possibilities, ഒരുപാട് പോസിബിലിറ്റീസ്, അതായത് ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മജീഷ്യൻ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ എബിലിറ്റി ഉണ്ട് എന്നുള്ളത്. മജീഷ്യൻ ആൻഡ് മിറർ കാർഡ് ഒരു കൺഫർമേഷനാണ്. ലൈക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഷൻ എബിലിറ്റി. നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ. ഇതെല്ലാം നമ്മൾ ട്രസ്റ്റ് പോലെ ഇരിക്കും. കാര്യം നമ്മളിപ്പോൾ കുഞ്ഞു നാളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഇല്ല, നമ്മളെല്ലാം വിശ്വസിക്കും. അതായത് എനിക്കിന്നിപ്പം ഈ ഐസ്ക്രീം കിട്ടും, നമ്മൾ വിശ്വസിക്കുകയാണ്, ദൈവം നമുക്കത് കൊണ്ടുതരും, അതാണ് നമ്മുടെ വിശ്വാസം. എങ്ങനെയെങ്കിലും നമുക്ക് കൈ കിട്ടും ഐസ്ക്രീം. അതൊരു പർട്ടിക്കുലർ ഉടുപ്പ് കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്കിത് കിട്ടിയാൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയി മേലച്ഛൻ്റെ കൂടെ നിൽക്കുകയായിരിക്കും, അവരിങ്ങനെ പല പല ഡ്രസ്സുകൾ നോക്കുന്നത്, അപ്പോൾ നമുക്ക് ആഗ്രഹം തോന്നി സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഡ്രസ്സുണ്ടാകും, പക്ഷേ അവർക്ക് പറയാനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ അവസാനം അവർ എൻഡ് ചെയ്യുന്ന ഉടുപ്പിലായിരിക്കും. എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യും. അതായത് ദൈവം നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി തരും, നമുക്ക് വേണ്ടുന്ന എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ വലുതായി വരുന്നതോറും നമുക്ക് എല്ലാവരും പറഞ്ഞു തരുന്ന കാര്യം എന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെങ്കിലും എന്ത് നേടണമെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലാണ്ട് ഒന്നുമേ നമുക്ക് ഫ്രീലി അവൈലബിൾ അല്ല. ഓക്കെ. ഫൈനാൻസസ് റിലേറ്റഡ് ആണെങ്കിൽ, കാരണം ഇതിനകത്ത് ഒരുപാട് ഫൈനാൻസ് റിലേറ്റഡ് കാർഡ്സ് ഉണ്ട്. സെക്കൻഡ് ചക്ര ആർക്കേഞ്ചൽ ഏരിയലിൻ്റെ കാർഡ് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ സ്റ്റക്ക് റിലേറ്റഡ് എനിക്ക് തോന്നി കളക്റ്റീവിനകത്തുള്ള ഇപ്പം ഞാൻ പറയുമ്പോൾ കാണുന്ന ആൾക്കാരിൽ മെജോറിറ്റി ആളുകൾക്കും ഫൈനാൻഷ്യൽ സ്റ്റക്നെസ് ആണ്. അത് കംപ്ലീറ്റ് ആവുകയാണ്. കാരണം 9 എന്ന് പറയുന്നത് കംപ്ലീഷൻ്റെ നമ്പറാണ്. ഓക്കെ. ആ ഫൈനാൻഷ്യൽ സ്റ്റക്നെസ് കംപ്ലീറ്റ് ആയി ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയാണ് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ട്. ഓക്കെ. ഹോസ്റ്റിലിറ്റീസ്, ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ്, ഗോഡസ് ഓഫ് ദ മൂൺ. ഗോഡസ് ഓഫ് ദ മൂണും കൂടി വരുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ലൈക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എനർജി ഉണ്ട്, ലൈക്ക് എന്താ പറയുക, മാനിഫെസ്റ്റേഷൻ. ഫുൾ മൂൺ വരുന്നുണ്ട്, കാരണം ഇതിനകത്ത് ഗോഡസ് ഓഫ് ദ മൂണിൻ്റെ കാർഡ് വരുന്നുണ്ട്. ഈ വരുന്ന ഫുൾ മൂണിന് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മൂന്നുമായിട്ട് കണക്ട് ചെയ്യും. കാരണം മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് പറ്റുന്ന 2 ടൈമിങ്ങാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന സമയങ്ങളുള്ള ന്യൂ മൂൺ, ഫുൾ മൂണാണ്. അപ്പോൾ ഫുൾ മൂണിൻ്റെ എനർജി ഉണ്ട്, അപ്പം ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചെയ്യാൻ വിട്ടുപോയി, അങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ ഫുൾ മൂൺ മാനിഫെസ്റ്റ് ചെയ്തോ, എന്താ ആഗ്രഹിക്കുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ. 7 നമ്പർ വന്നിട്ടുണ്ട്, എനിക്കറിയില്ല. ഇവിടെയും 7 ഉണ്ട്. ഓക്കെ. നിങ്ങൾ 777 കാണുന്നുണ്ടോ എനിക്കറിയില്ല, കാരണം 34 വിച്ച് കംസ് ടു 7, 52 7 ആണ്.
ഡെഫിനറ്റ്ലി ഓഫ്കോഴ്സ് ഇതിനകത്ത് വേറെ 7ൻ്റെ കാർഡിൽ 88 എന്ന് പറയുന്ന നമ്പറും വരുന്നുണ്ട്. 53-ഉം 26-ഉം 88. ഓക്കെ, 7, 8, 9. ഓക്കെ, അതായത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ അതായത് മുന്നോട്ട് പോവുകയാണെന്നുള്ളത് സൂചിപ്പിക്കുന്ന കാര്യമാണ്. 7 നമ്പറാണ് കിട്ടിയിരിക്കുന്ന. ഇത് വന്നിട്ട് 8 നമ്പറാണ്. ഓക്കെ, 26, 53, 8, 36 വിച്ച് കംസ് ടു 9. നമ്മൾ ആ ഒരു ജേർണിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഫിനാൻഷ്യൽ അബണ്ടൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ജേർണിയിലാണ് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് സ്പിരിറ്റിൻ്റെ കയ്യിൽ നിന്ന്. എനിക്ക് മെജോറിറ്റി ആൾക്കാർക്കും ഫിനാൻഷ്യസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റക്നെസ് ആണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 10 നമ്പർ നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. നോക്കുക, കാണുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക. എനിക്ക് എന്താണ് നമുക്ക് ആവശ്യം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഫിനാൻഷ്യൽ റിലേറ്റഡ് നമുക്ക് ഫിനാൻഷ്യൽ റിലേറ്റഡ് മെജോറിറ്റി ആളുകൾക്കും ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മളെ എന്താണ് മണി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഓക്കെ, അത് ഓരോ ദിവസത്തെ ഇന്നത്തെ കാർഡ് അല്ലെങ്കിൽ ഇന്നത്തെ എനർജി നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതല്ല. ബട്ട് എന്നിരുന്നാലും ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫർദർ എന്താണെന്ന് അറിയേണ്ടത് എന്ന് നോക്കാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു, ഫർദർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെസ്സേജ് അല്ലെങ്കിൽ എന്താണ്. There is no need to hurry or force things to happen. Everything is occurring in perfect timing. Perfect timing-ൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവൈൻ ടൈമിംഗ് ആണ്. കാരണം ഇത്രയും കാലം നിങ്ങളുടെ ആ ഒരു സ്റ്റക്നെസ്സിൻ്റെ ഒക്കെ റീസൺ എല്ലാം എൻഡ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ ഡിവൈൻ ടൈം എന്ന് പറയുന്ന സംഭവം ഓൺ വർക്കിംഗ് ആണെന്നുള്ളതിൻ്റെ കൺഫർമേഷനാണ്. യു ആർ കോൾഡ് അപ്പോൺ ടു ഹെൽപ്പ് വിത്ത് എൻവയറമെൻറ്റലിസം. മദർ എർത്ത്, ഗായ കണക്ട് വിത്ത് എന്താണ് നമ്മുടെ എർത്തുമായിട്ട് കണക്റ്റഡ് ആവുക. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു 2 ദിവസം മുന്നത്തെ മെസ്സേജിൽ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എർത്തിൻ്റെ കണക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഇമ്പോർട്ടൻറ്റ് ഡോർസ് ആർ ഓപ്പണിംഗ് ഫോർ യു. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റീസിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് നൗ വാക്ക് ത്രൂ ദം. ഇൻഫൈനൈറ്റ് സപ്ലൈ, യു ആർ സപ്ലൈഡ് ഫോർ ടുഡേ ആൻഡ് ഓൾ ഓഫ് യുവർ ടുമോറോസ്. ഫൈനാൻഷ്യൽ പ്ലസ് പ്രശ്നങ്ങളും അതൊന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കേ വേണ്ട. Start delegating, ask others to help you instead of trying to do everything by yourself. കാരണം മെസ്സേജ് വന്നാൽ വളരെ നല്ല കാര്യം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഡെലിഗേഷൻ്റെ കുറവ് കൊണ്ടും ഈ 10 of Wands എനർജി നമ്മൾ വരാം. എല്ലാ കാര്യം നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ള സിറ്റുവേഷൻ. നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കും നമ്മളെല്ലാ കാര്യം. ചില ആൾക്കാർക്ക് ഇങ്ങനെയുണ്ട്, ലൈക്ക് ഞാൻ ചെയ്താലേ എല്ലാം ഓക്കെ ആവുള്ളൂ, ഞാൻ ചെയ്താലേ എല്ലാം പെർഫെക്റ്റ് ആവുള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കോ. അങ്ങനെയൊന്നുമില്ല. ഡെലിഗേറ്റ് ചെയ്യുക. കാരണം ഇതിനകത്ത് അതിൻ്റെ എനർജി പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ഹെൽപ്പ്. നമുക്ക് ചില സമയത്ത് മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ ഡെഫിനറ്റ്ലി ആസ്ക് ഫോർ ഹെൽപ്പ്. അതിന് മടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ ഫൈനാൻസും അതുപോലെ ബാക്കി ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമ്മൾ പറഞ്ഞ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പാസ്റ്റ് ലൈഫ്, ദ സിറ്റുവേഷൻ ഇൻവോൾവ്സ് യുവർ പാസ്റ്റ് ലൈഫ് മെമ്മറീസ്. ഓൾറൈറ്റ്, നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ സ്റ്റക്ക് സിറ്റുവേഷൻ്റെ റീസൺ പാസ്റ്റ് ലൈഫ് മെമ്മറീസും ആവാം. എനിക്ക് ഇതിനകത്ത് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ഒന്നും എനർജീസ് കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ സ്റ്റക്ക് എങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എനിക്ക് മെയിനായിട്ട് കിട്ടുന്നത് പാസ്റ്റ് ലൈഫാണ്. പാസ്റ്റ് ലൈഫിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റക്നെസ്സിന് ഒരു റീസൺ ഉണ്ടാവും. അത് പറഞ്ഞ പോലെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ. ഏതായാലും ഞാനൊരു പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ റീഡിങ് ചെയ്യാം. ഓക്കെ, പാസ്റ്റ് ലൈഫ് റീഡിങ് ചെയ്യാം. കാരണം ഈ പാസ്റ്റ് ലൈഫിൻ്റെ എനർജി വന്നത് സ്ഥിതിക്ക് നമുക്ക് എന്താണ് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അറിയാം. നമുക്കതും കൂടെ ചെയ്യാം. ഇപ്പോഴല്ല, ഞാനൊരു ദിവസം ഒരു ടോപ്പിക്കായിട്ട് എടുക്കാം. ഓൾറൈറ്റ്, നമുക്കിനി ഫർദർ എന്താ അറിയേണ്ടത്, ഈ സ്റ്റക്ക് സിറ്റുവേഷൻ എന്താ, വേറെ ഗൈഡൻസ് എന്തെങ്കിലും ഉണ്ടോ സ്പിരിറ്റ്? താങ്ക് യു വെരി മച്ച്. Ask us to help you in this situation and we will immediately go to work on your behalf. We are governed by many universal laws and among them is a free will that allows you to make your own choices and decisions. So we patiently await your request. ഓക്കെ, ഞാനിപ്പം പറഞ്ഞു ഹെൽപ്പ് എടുക്കണം, ഡെലിഗേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ ആസ്കിൻ്റെ ഇതും കൂടെ വരുമ്പോൾ 100% ആയിട്ട് ഈ പറഞ്ഞ പോലെ ചോദിക്കണം. നമ്മൾ ചില സമയത്ത് നമ്മൾ പറയില്ലേ, നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് തന്നെ എല്ലാം ദൈവം നമുക്ക് ചെയ്തു തരും. നമ്മൾ പറയും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുക. ഓക്കെ, ദൈവം എല്ലാ സമയമാകുമ്പോൾ ചെയ്തു തരും എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ രീതിയിൽ പ്രാർത്ഥിക്കുക. ഓക്കെ, ആ ഒരു ചോദിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി കാണിക്കുക.
Be honest with yourself. Look in your heart and you will know the truth of this situation. It's safe to admit the truth to yourself, for we will support and guide you through any necessary changes. Lean upon us for courage and the strength to take good care of yourself. Focus only upon your true desires and they will come to you upon your angel's wings. Okay? അപ്പോൾ വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ എബിലിറ്റി ഉണ്ട്. മാനിഫെസ്റ്റേഷൻ എബിലിറ്റി ഉള്ളപ്പം നമ്മൾ കുറച്ച് എന്താ പറയുക, ഒന്ന് അലേർട്ടായിട്ട് തന്നെ ഇരിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ കുറച്ച് നമ്മൾ എനർജി കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ നെഗറ്റീവ് കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ്റെ ആ ഒരു എനർജിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ പറഞ്ഞു തന്നെ പിന്നെ നമ്മുടെ ലൈഫിൽ അപ്പം തന്നെ മാനിഫെസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് മാത്രം എനർജി കൊടുക്കുക. നമ്മൾ എന്താ ആഗ്രഹിക്കുന്നില്ലയോ അതിന് എനർജി കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു ഗൈഡൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. അത് നമ്മുടെ ഈ ഒരു ഞാൻ പറഞ്ഞു എൻ്റെ പാർട്ട്ണർ എനർജി ഒന്നും കിട്ടിയില്ലാന്ന്, പക്ഷേ ന്യൂ പാർട്ട്ണറുടെ കാർഡ് വന്നിട്ടുണ്ട്. എ ചാൻസ് മീറ്റിംഗ് ഈസ് നോ മിസ്റ്റേക്ക്. ഇറ്റ് ഈസ് divinely orchestrated as a catalyst to set the wheels in motion for the fruition of your prayers. Pay careful attention to new people we send into your life. You will recognize them by your sense of familiarity, comfort and safety. New partner ചിലർക്ക് ഈ പറഞ്ഞ പോലെ ലൈഫ് പാർട്ട്ണർ ആവാം, ചില ആൾക്കാർക്ക് എന്താ പാർട്ട്ണർഷിപ്പ്, ബിസിനസ് റിലേറ്റഡ് പാർട്ട്ണർഷിപ്സ് ആവാം. എന്തെങ്കിലും എന്തായാലും ഒരു പുതിയ ആൾ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കാം. ലൈക്ക് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ക്ലെൻസ് ആൻഡ് ഡിറ്റോക്സിഫൈയുടെ കാർഡുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ സ്റ്റക്നെസ്സും ഒക്കെ വരുമ്പോൾ നമ്മൾ ആ എനർജിയെ തന്നെ പിന്നെയും മാനിഫെസ്റ്റ് ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? അതിന് പകരം നമ്മൾ ആ സിറ്റുവേഷൻസിനൊക്കെ നമ്മുടെ ലവ് എനർജി കൊടുത്ത് അതിനെ ഹീൽ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. കാരണം എന്തായാലും എന്തൊക്കെ സ്റ്റക്ക് സിറ്റുവേഷൻ, ഫിനാൻസ് റിലേറ്റഡ് ആയിരുന്നാലും, ഹോം റിലേറ്റഡ് വീട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നാലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടായിരുന്നാലും, എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നാലും അതെല്ലാം ഈ 2025 ഒരുപാട് ചേഞ്ചസ് ചെയ്ത് നമ്മൾ അതിൽ അതുപോലെ തന്നെ പുറത്ത് വിദേശത്തോട്ട് പോകുന്ന കാര്യത്തിൽ, പുതിയ കോഴ്സ് പഠിക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടാകുന്ന സ്റ്റക്നെസ് എല്ലാം മാറി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ട്. ഓൾറൈറ്റ്, താങ്ക് യു സ്പിരിറ്റ്. ലാസ്റ്റ് മെസ്സേജ് നമുക്ക് നമ്മുടെ ഈ കളക്റ്റീവിനെ കൊടുക്കാവുന്ന ലാസ്റ്റ് മെസ്സേജ് സ്റ്റക്ക് സിറ്റുവേഷൻ ഗൈഡൻസ് എന്നാണ് സ്പിരിറ്റ്. എനിക്ക് ഇന്നർ വേൾഡിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. നമ്മുടെ ഇന്നർ വേൾഡ്, നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിൻ്റെ advance. A strong energy is propelling you forward. Follow the strings of your heart. Freedom. Follow your heart and nurture your soul with love and freedom to grow. Inner alchemy. Inner alchemy is achieved when you react to fear with love. രണ്ടെണ്ണം വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ അതും കൂടെ എടുക്കുകയാണ്. Wisdom. See your adversaries as opportunities. Expand your spiritual light. Vision. Trust in your ability to create the vision in your soul. ഓക്കെ, ഓവറോൾ എനർജിയിൽ നമുക്ക് പിന്നെ വരുന്ന എനർജീസ് എന്ന് പറഞ്ഞാൽ, എനിക്കറിയില്ല നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള എനർജിയിലാണ് ഇപ്പോഴെങ്കിലും. ആ വിസ്റ്റം ഇതിനകത്ത് എനിക്കറിയില്ല. വല്ല ടാരോ റീഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം നിങ്ങൾ കണക്ട് ആയതിൽ. കാരണം നിങ്ങളുടെ എനർജി തന്നെയാണ് വിസ്റ്റം. സീ യുവർ adversaries ആസ് ഓപ്പർച്യൂണിറ്റി എക്സ്പാൻഡ് എ സ്പിരിച്വൽ ലൈറ്റ്. സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ ആരെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു എന്താണ് ഫർദർ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ചുള്ള കാർഡാണ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും പല നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോകും. അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വരൻ നമുക്ക് എന്തിനും ഈ സിറ്റുവേഷൻ തോന്നും. ബട്ട് എന്നിരുന്നാലും അതിനകത്ത് ഒരുപാട് ലേണിംഗ് ഉണ്ടാകും. ആ ലേണിംഗ് ഗോയിങ് ഫോർവേഡ് നമുക്ക് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എനർജീസ് ഒക്കെയാണുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും പർട്ടിക്കുലർ സിറ്റുവേഷൻ നമുക്ക് പേടി ഉണ്ട്. അതായത് ഒരു പുതിയ കാര്യം ചെയ്യുന്നതിന് ഡെഫിനറ്റ്ലി ഒരു പുതിയതായിട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ആ ഒരു പേടി മാറ്റിയിട്ട് വിശ്വസിക്കുക. ലൈക്ക് ദൈവം നമുക്ക് ആ സ്റ്റെപ്പ് വെക്കാൻ മനസ്സിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണ്. അപ്പോൾ ആ ദൈവം ഒന്നും അറിയാതെ നമുക്ക് ആ സ്റ്റെപ്പ് വെക്കാൻ മനസ്സ് തരില്ല. അപ്പോൾ അത് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ലവ് എനർജി തന്നെയാണ്. ഇപ്പോൾ കളക്റ്റീവായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫിയറിനെ എപ്പോഴും ലവ് കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? നമുക്ക് പേടി വരുമ്പോൾ നമ്മൾ ആ ഒരു ലവ് എനർജിയിലേക്ക് വരിക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എല്ലാം ഹൈറ്റൻഡ് ആവുകയാണ്. കാരണം ഹൈറ്റൻഡ് ആവുന്നതിൻ്റെ മെയിൻ എനർജീസ് എന്ന് പറഞ്ഞാൽ 10 of Wands ഫയറി എനർജിയാണ്.
യൂണിഫോൺസ് ഫയർ എനർജിയാണ്. ഓക്കെ, ആ ഒരു ഹൈറ്റൻഡ് എനർജിയിലേക്ക് വരികയാണ്. എന്തെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ട് കൂൾ മൈൻഡഡ് ആയിരുന്നു ഇത്രയും നാൾ, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ പ്രശ്നമാണ്. നമുക്ക് ചെയ്യാനായിട്ട് മനസ്സും വരില്ല, നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യാനായിട്ട് കാലെടുത്ത് വയ്ക്കുന്നു, പ്രശ്നം വരുന്നു, നമ്മൾ അതിൻ്റെ ഇരട്ടി ഒരു സ്റ്റെപ്പ് ആയിരിക്കും എടുത്ത് വയ്ക്കുന്ന, ഒരു 10 സ്റ്റെപ്പ് പുറകോട്ട് അപ്പോഴേ പോകും. പക്ഷേ ഈ 2025 എന്ന് പറയുന്ന വർഷത്തിൽ അങ്ങനെ ആയിരിക്കില്ല. എല്ലാം മൂവ് ഫോർവേഡ് തന്നെ ആയിരിക്കും. ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു വർഷമാണ്. ഡെഫിനറ്റ്ലി സ്റ്റക്നെസ് എല്ലാം മാറും. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കണക്റ്റിംഗ്. ഒരുപാട് സന്തോഷം കണക്റ്റ് ആയതിൽ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വരുന്ന ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ആ സ്റ്റക്ക് എനർജീസ് എല്ലാം മാറുന്നു. നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കി വെക്കുക. ഓക്കെ, മനസ്സിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം മാറ്റി വെക്കുക. മനസ്സിന് ആ ഒരു പോസിറ്റീവ് എനർജിയിൽ കൊണ്ടുവരാൻ നോക്കുക. അഫർമേഷൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അഫർമേഷൻസ് ചെയ്യുക. ഓക്കെ, ഞാനൊരു അഫർമേഷൻ കാർഡ് കൂടി എടുക്കാവേ. താങ്ക് യു സ്പിരിറ്റ്. ഫൈനൽ കാർഡ്, 1 അഫർമേഷൻ കാർഡ്. ഒരു അഫർമേഷൻ്റെ കാർഡ് കൂടി. I always attract abundance and prosperity easily and effortlessly into my life. Reality, I can do anything. മണി എന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ ഇവിടെ മണിയുടെ കാർഡും കൂടെ വന്നിട്ടുണ്ട്. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് കാണാമെന്ന്. ജസ്റ്റ് കാണാൻ പറ്റുവാണെങ്കിൽ ഈ അഫർമേഷൻസ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. I am money magnet. Money flows freely to me. I naturally attract good fortune. I am wealthy in more than one way. I always attract abundance and prosperity easily and effortlessly into my life. Reality, okay? I can do anything. Okay? Thank you so much, guys. ഞാൻ ഇതെടുക്കാൻ വിചാരിച്ചത്, പക്ഷേ അഫർമേഷൻ്റെ കാര്യം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാർഡ്സ് എടുത്തത്. ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ റീഡിങ്ങിന് കിട്ടിയെന്ന്. ഇനി അടുത്തൊരു സബ്ജക്റ്റുമായിട്ടുള്ള റീഡിങ്ങുമായിട്ട് ഞാൻ വരാം. ഓൾറൈറ്റ്, ബൈ.